ഇന്നത്തെ വിളവെടുപ്പിൽ ബറാബാസിന് സന്തോഷിക്കാൻ വകയുണ്ടോ? ഉവ്വ് പ്രഭു, വേണ്ടുവോളം. പൊന്നും വെള്ളിയും എനിക്ക് ലഹരിയാണ്. അറിയാം പ്രഭു. വെള്ളി നാണയങ്ങൾ എത്ര കിഴി? ക്ഷമിക്കണം പ്രഭു, വെള്ളി നാണയങ്ങളുടെ കിഴി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂട്ടത്തിൽ കാണുന്നില്ല. ബഹളത്തിനിടയിൽ എവിടെയോ കളഞ്ഞു പോയെന്ന് തോന്നുന്നു. എന്ത്? അതിസാഹസികമായി ഞാൻ തട്ടിയെടുത്ത വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നോ? പോയി കൊണ്ടുവരൂ. ഒരു കെട്ടിൽ അന്വേഷിച്ചതാണ്, കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നേരം പുലരുന്നതിന് മുൻപ് വെള്ളി നാണയങ്ങൾ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. പോകൂ, കടന്നു പോകാൻ. നായേ, കണ്ടല്ലോ, നിന്റെ അനുഭവം ഇത് തന്നെയായിരിക്കും. ഒരു കച്ചവട സംഘം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാവ് നമ്മുടേതാണ്. ബറാബാസിന്റെ മുന്നിൽ കാഴ്ചവെക്കാതെ ഈ മലയോരത്ത് കൂടി ആരും കടന്നു പോകില്ല. തയ്യാറായിക്കോ. ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. വരൂ, നമുക്ക് അവിടെ വിളിക്കാം. കൂട്ടുകാരെ, ഇത് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. പാണ്ടക്കൊട്ടയ്ക്ക് കല്ലിന് മുകളിൽ വെക്കാം. വെക്കുന്നതൊക്കെ കൊള്ളാം, ഒരു കണ്ണുണ്ടാവണം. മലമ്പ്രദേശമാണ്, ഒരുപക്ഷെ കവർച്ചക്കാരന്റെ ശല്യം ഉണ്ടാകും. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഓരോ കെട്ടിലുമുണ്ട്. ശ്രദ്ധിച്ചില്ലേ? ആരെങ്കിലും അടിച്ചോണ്ട് പോയ കച്ചവടം കൂട്ടേണ്ടി വരും. അത് പറഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്തൊരു കവർച്ചാ സംഘമുള്ള കാര്യം ഞാൻ ഓർത്തത്. ഏതാനും നാൾ മുമ്പ് ഈ വഴി പോയൊരു കച്ചവട സംഘത്തെ ആക്രമിച്ച് അവരുടെ സാധനങ്ങളെല്ലാം പിടിച്ചു പറിച്ചെടുത്തു. അത് ബറാബാസ് തന്നെ. ഒരു കണക്കിനാണ് അവർ ബറാബാസിന്റെ കയ്യിൽ നിന്നും പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. എന്നാ അധികം നേരം ഇവിടെ ഇരിക്കണ്ട, വല്ലാത്ത ക്ഷീണം. കുറച്ച് വെള്ളം കിട്ടണമെങ്കിൽ കുടിച്ചേച്ച് പോവാം. ഞാൻ ഒന്നാം തരം വീഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, എന്നിട്ടാണോ? വേഗം എടുക്ക്, അത് കഴിച്ചാൽ പിന്നെ യാത്ര നല്ല ഉഷാറായിരിക്കും. ഓ, നല്ല ഒന്നാം തരം വീഞ്ഞ്. ഇത്രയും വീര്യമുണ്ടാവുന്ന കരുതിയില്ല. ഇനി വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വിസ്തരിച്ച് വിശ്രമിക്കാം. വിസ്തരിച്ച് വിശ്രമിച്ചാൽ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളേണ്ടി വരും. അന്ത്യവിശ്രമത്തിന് ഒന്നാന്തര സ്ഥലം നാട്ടിലില്ലേ? നാട്ടിലൊത്തിരി സ്ഥലമുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. ബറാബാസിന്റെ കൈകൊണ്ടാണ് ചാകാൻ യോഗമെങ്കിൽ ഇവിടെ കിടന്ന് വിടക്കേണ്ടി വരും. ഇതാണ് ആ പ്രശ്നം. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ഈ ബറാബാസിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം, എന്നാ അവനെ എനിക്കറിയാം. അവന് ഞാനും ഒരുമിച്ച് ഒരാശാന്റെ കീഴിലാണ് ഗുസ്തി പഠിച്ചത്. എടാ, അവൻ ഗുസ്തി പഠിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതെ, കട്ട ഗുസ്തി. കട്ട ഗുസ്തിയോ? അങ്ങനെ ഒരു ഗുസ്തിയെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. ഇനി എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന ബറാബാസിന്റെ പേര് വെറും വെറ എന്നായിരുന്നു. പിന്നീടാണ് വെറ വാസു ആയത്. ഇപ്പൊ അവൻ എനിക്ക് വെറും പീറ. എത്ര പ്രാവശ്യമാണ് ഞാൻ അവനെ മലർത്തി അടിച്ചേക്കണത്. ഞാനവനെ മലർത്തി അടിക്കും, അവൻ എന്നെ കമത്തി അടിക്കും. അങ്ങനെ കമത്തി മലത്തി, കമത്തി മലത്തി. എത്ര പ്രാവശ്യം.
ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ സസ്കര സംഘ തലവനാണെന്ന്. എന്റെ പഴയകാല സംഗാതി ഇത്രയും വലിയ നിലയിലായത് എനിക്ക് അഭിമാനമുണ്ട്. ഹ, അതിന് നീ കരയണ എന്തിനാ? ഇപ്പൊ അവൻ എന്നെ കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. ആ രംഗം ഓർത്ത് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. എന്നാ നീ ഇവിടെ തന്നെ നിന്നോ, ചങ്ങാതിയുടെ കൂടെ ഒരാഴ്ച താമസിച്ചിട്ട് വന്നാ മതി. ആ, നീ പെട്ടെന്ന് പോയാ ബറാബാസ് കരയും. ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സാധനങ്ങളെടുത്ത് പിടിക്കാം. നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. നിങ്ങൾ എന്നെ വിളിക്കാതെ പോയണ. നീ എന്തിനാണ് പേടിക്കണത്? നിനക്കിവിടെ തസ്കര വീരൻ ബറാബാസല്ലേ ഉള്ളത്. ആ പറഞ്ഞത് ശരിയാണ്. എന്നാലും നിങ്ങള് രണ്ടുപേരെയും വഴിയിൽ വെച്ച് ബറാബാസ് കണ്ടാൽ പരിചയമില്ലാത്തോണ്ട് എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. അത് ഞങ്ങൾ സഹിച്ചോളാം. നീയും ചങ്ങാതിയും കൂടി ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് വന്നാ മതി. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിന്റെ മോശം എനിക്കാണ്. അതുകൊണ്ട് ഞാനും വരേണ്. അയ്യോ അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഇതെല്ലാം നിങ്ങൾ എടുത്തോളൂ. ഞങ്ങളെ കൊല്ലരുത്. പോകാൻ അനുവദിക്കണം. അയ്യോ 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 അയ്യോ. കടന്നു പോടാ. അടിയ ബറവാസു, എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലല്ലേ. എനിക്ക് 4 ഭാര്യമാരും 40 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഞാൻ ചത്ത അവര് പട്ടിണി കിടന്ന് ചാവും. അളിയനാ? ആരാടാ നിന്റെ അളിയൻ? അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്റെ കുഞ്ഞുങ്ങള്. ഓടാ. പ്രഭോ, ഈ രാത്രി വേണ്ടുവോളം ശേഖരിച്ചു. ഇനി അല്പം മുന്തിരിച്ചാറ് കഴിച്ച് വിശ്രമിക്കാം. എന്താ നിനക്കൊക്കെ മടുത്തു? ഇല്ലേ? കയ്യപ്പാസിന്റെ സേനാനായകനും സംഘങ്ങളും ബറാബാസിനെ കുരുക്കാൻ അവസരം നോക്കി നടക്കുകയാണ്. പലവട്ടം വല വീശിയെങ്കിലും വലകൾ ഞാൻ പൊട്ടിച്ചു കടന്നു. ബറാബാസിനെ കുരുക്കാൻ ആർക്കും കഴിയില്ല. ഇനിയും എനിക്കെതിരെ ആരെങ്കിലും വാളെടുത്താൽ അവനെ ഞാൻ വെട്ടിയെറിയും. ബറാബാസിന്റെ ശക്തി എന്തെന്ന് സേനാനായകൻ അനുഭവിച്ചറിയും. ബറാബാസ് ഇരുടിന്റെ അധിപൻ മാത്രമല്ല, പകലിന്റെ സാമ്രാട്ട് കൂടിയാണെന്ന് ജനത്തെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അടുത്ത പുലരിയുടെ പൊൻവട്ടം വിടരുമ്പോൾ ജെറുസലേം നമ്മെ കണി കണ്ടുണരണം. വരൂ. ആരാണ് അതിരാവിലെ ഇറങ്ങിയിരിക്കുന്നത്? മോനെ അസ്തഫ, ആരോ വരുന്നുണ്ട്. ശബ്ദം കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. മോനെ അസ്തഫ, നീയും അമ്മയും എവിടെയെങ്കിലും പോയി ഒളിച്ചോ? അപ്പനെ തനിച്ചാക്കി ഞങ്ങൾ ഒരിടത്തും പോകുന്നില്ല. മറിയേ, നീ മോനെയും കൂട്ടി പോയിക്കോ. നിങ്ങൾക്കൊരാപത്തും വരരുത്. ഇല്ല ഇല്ല, ഞങ്ങളും കൂടെ ഉണ്ട്.
ആരാണ് നിങ്ങൾ? അറിയില്ല? ബറാബാസ്. എന്തിനാ ഈ പാവം ആശാരിയുടെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത്? പാവപ്പെട്ടവനും പണക്കാരനും എനിക്ക് തുല്യൻ. എനിക്കാവശ്യമുള്ളത് ഞാൻ കവർന്നെടുക്കും. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് നിനക്ക് കൊള്ളയടിക്കാനുള്ളതല്ല. എന്നാൽ നീ കണ്ടോ? എന്താണാ നോക്കി നിൽക്കുന്നത്? വേഗമാകട്ടെ. മാറി നിൽക്കടാ. മോനെ എന്റെ മോനോട് ചെയ്യരുത്. നിങ്ങളൊക്കെ ഉപദ്രവിക്കല്ലേ, ഉപദ്രവിക്കല്ലേ, കടന്നു പോകൂ. വേണ്ട 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 വേണ്ട. എന്നെ ചവിട്ടാനൊങ്ങിയ കാൽ കൊണ്ട് നീ ഇനി നടക്കാൻ പാടില്ല. നിന്റെ കാൽ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. നീ അധികം ഞാൻ നീട്ടുന്നില്ല. ബറാബാസിന്റെ മാർഗത്തിൽ തടസ്സം നിന്നാൽ അനുഭവം ഇതായിരിക്കും. സർവ്വതും കത്തിച്ച് ചാമ്പലാക്കും. അതാണ് ബറാബാസിന്റെ നീതി. ഈ ജെറുസലേമിലെ മുഴുവൻ പൊന്നും പണവും എന്റെ സ്വന്തമാകുന്നതുവരെ ഈ ചൈത്രയാത്ര തുടരും. അവസാനമില്ലാത്ത യാത്ര. ബറാബാസേ, ഇത് നിന്റെ അവസാന യാത്രയാണ്. നിനക്കുള്ള കുരിശ് ഞാൻ പണിയും. ഞാൻ പണിയുമിടാ. ഞാൻ പണിയും. ഇതുവരെ ആരും പണിയാത്ത കുരിശ് നിനക്ക് വേണ്ടി ഞാൻ പണിയും. അതിൽ കിടന്ന് നീ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കും. പൊട്ടിച്ചിരിക്കും. മോനെ ഒന്നും ചെയ്യല്ലേ. മോനെ മോനെ എന്റെ പൊന്നു മോനെ. തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ബറാബാസ് ബറാബാസ് ബറാബാസ്. നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കൊള്ളയും കൊലയും നടത്തി മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നവൻ. അവന് മൂക്ക് കയറിയിട്ടില്ലെങ്കിൽ കാണുന്നതൊക്കെ ചവിട്ടി മതിക്കും. ആരെവിടെ? എന്താടോ? അവനെ പിടിച്ചോ? അധികം താമസിയാതെ അവനെ പിടിക്കും. ഞൊട്ടും. ഉടനെ പിടിക്കാൻ കഴിയുമെന്നാണ് ചാരന്മാരിൽ നിന്ന് അറിഞ്ഞത്. ഈ വിവരം വളരെ രഹസ്യമായി സൂക്ഷിക്കണം. കാതോർത്തിരിക്കുന്ന ഒറ്റുകാർ ചുറ്റിലുമുണ്ട്. പിലാത്തോസിനും ബറാബാസിനും കുടപിടിക്കുന്നവർ. മായം കലർന്ന മനുഷ്യർ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് കണ്ണുപടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതായിരിക്കും നല്ലത്. വിശ്വസിച്ചാൽ അരമനക്കകത്ത്,
വിശ്വസിച്ചില്ലെങ്കിലോ കോട്ടയ്ക്ക് പുറത്ത്. താൻ ഒരു പടയാളിയാണെങ്കിലും പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അനുഭവം അങ്ങനെയാണ്. ഒരിക്കൽ പുറത്തായാൽ പിന്നെ എരിഞ്ഞു പുകയുന്ന മണൽപ്പരപ്പിലൂടെ വെള്ളം പോലും കിട്ടാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ആരോ വരുന്നുണ്ട്. അയാൾ ഞാൻ സംശയിക്കുന്നവരിൽ ഒരാളാണ്. എവിടെ? അവനെ കിട്ടിയില്ലേ? ഇല്ല. പിന്നെ എന്തിനാണോ ഈ കുന്തോ മരയിൽ കയറ്റി നടക്കുന്നത്? പടനായകൻ 4 ഭാഗത്തേക്കും പടയാളികളുമായി ഓടി നടക്കുന്നുണ്ട്. എന്താ പ്രാന്ത് പിടിച്ചോ ഓടി നടക്കാൻ? നിങ്ങൾ 4 വാർഡ് ഓടി നടക്കുമ്പോൾ ബറാബാസ് എവിടെയെങ്കിലും സുഖമായി ഉറങ്ങുന്നുണ്ടാകും. അവൻ വെറും കള്ളനല്ല, ഓർമ്മ ബുദ്ധിയുള്ളവനാണ്. ആവശ്യത്തിൽ കൂടുതൽ പൊന്നും പണവും അവൻ ശേഖരിച്ചിട്ടുണ്ടാകുമെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ. നീ അത് അനുവദിക്കാൻ പാടില്ല. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അവനെ പിടിച്ചിരിക്കും. ദിവസവും സൂര്യൻ അസ്തമിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാം സൂര്യാസ്തമയത്തിന് മുമ്പെന്ന്. എല്ലാ കുരുക്കുകളും ഒരുക്കി പിടിക്കാൻ അടുത്തെത്തുമ്പോൾ അവൻ ഊളിയിട്ട് പാഞ്ഞു പോകും. എങ്ങനെയോ നമ്മുടെ രഹസ്യം അവൻ മണത്തറിയുന്നുണ്ട്. ഒരുപക്ഷെ അവനും ചാരന്മാരുണ്ടാകും. ഇല്ലെങ്കിൽ എൻ്റെ ബലമായ സംശയം നമ്മുടെ ഇടയിൽ തന്നെ ഒറ്റുകാരുണ്ടാകുമെന്നാണ്. ആരൊക്കെയാണെന്ന് എനിക്കൊരു ഊഹമുണ്ട്. ആ ഊഹം ആരുടെയൊക്കെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ നീക്കം നമുക്ക് രഹസ്യമായി തടയാം. ആ, ഇന്നത്തെ ഫലം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്കടുത്ത നടപടിയിലേക്ക് നീങ്ങാം. ഒരു പക്ഷേ എന്നെ എങ്ങാനും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുകയാണ്. ഞാൻ ഒറ്റുകാരനാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെയാണ് അത് പറയുന്നത്. അസംബന്ധം. ഒരു സത്യം പറഞ്ഞെന്ന് മാത്രം. ബറാബാസിനെ തളയ്ക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതിന് എന്റെ മേൽ കുതിര കയറുന്നത് എന്തിനാ? പോരാത്തതിന് ഞാൻ ഒറ്റുകാരനുമായി. ബറാബാസിന്റെ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ആ, ഇവിടെ ഒരു പടയാളി ഉണ്ടായിരുന്നല്ലോ. എന്ത് ഫലം? ചങ്കുറപ്പ് വേണം. മതി മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് വഴി പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ സമാധാനം വേണം. ജനങ്ങൾക്ക് ഭയമില്ലാതെ കിടന്നുറങ്ങണം. അതിന് ബറാബാസിന്റെ മോഷണവും അക്രമവും അവസാനിപ്പിക്കണം. അതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അല്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പടനായകന്റെ വീര്യം ചോർത്തിക്കളയുകയല്ല വേണ്ടത്. അയാൾ ധീരനായ ഒരു പടയാളിയാണ്. ബറാബാസിനെ തളയ്ക്കാൻ രാപ്പകൽ ഓടി നടക്കുന്നത് താൻ കണ്ടിട്ടില്ലേ? എന്നിട്ടും പിടിക്കുന്നില്ലല്ലോ. ആരൊക്കെയോ ബറാബാസിന്റെ സൽക്കാരം കൈപ്പറ്റി നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നുണ്ട്. അടുത്ത പുലരിക്ക് മുമ്പ് ബറാബാസിനെ പിടിച്ചിരിക്കും. എന്താണോ പുറത്തൊരു ബഹളം? പ്രഭു, ബറാബാസിനെ പിടിച്ചു. ആഹാ, അവനെ ചങ്ങലക്കിട്ട് പൂട്ടി. എല്ലാം ശുഭം. വിജയം നമ്മുടെ പക്ഷത്ത് തന്നെ. മതിമറന്ന് ചിരിക്കണ്ട. ദിവസങ്ങളായി ഞങ്ങൾ നിന്റെ വരവും കാത്തിരിക്കുന്നു. പടനായകന് അഭിനന്ദനങ്ങൾ. അപ്പോൾ പുരോഹിത പ്രമാണിമാരുടെ ആശീർവാദത്തോടെയാണ് എന്നെ ചങ്ങലക്കിട്ടത് അല്ലേ? ഞങ്ങൾ അറിഞ്ഞ വരകളൊക്കെ നിഷ്പ്രയാസം ഭേദിച്ച് നീ കടന്നു കളയുമ്പോൾ ഒരിക്കലും പരാജയം നേരിടില്ലെന്ന് നീ കരുതി കാണും. പക്ഷേ നീ ഓരോ വലയിൽ നിന്നും ചാടിപ്പോകുമ്പോൾ നിനക്ക് മാത്രമായി കണ്ണി പൊട്ടാത്തൊരു വല ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പണി പൂർത്തിയായി. അത് ഒരു ഹാരമായി നിന്നെ ഇപ്പോൾ അണിയിച്ചിരിക്കുകയാണ്. അഹങ്കരിക്കണ്ട. വേണമെങ്കിൽ ഈ ചങ്ങല എനിക്ക് പൊട്ടിച്ചെറിയാം. ഞാനതിന് മുതിരുന്നില്ല. ഈ ചങ്ങലയുടെ കൂട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ തുറപ്പിക്കും.
അത് നീ മോഹിക്കണ്ട. ബറാബാസ് മോഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട്. എന്റെ മോഹങ്ങളൊന്നും കരിഞ്ഞു പോയിട്ടില്ല. സ്വപ്നങ്ങൾ നെയ്യുന്ന എന്റെ മനസ്സിന്റെ യൗവനകാലം ഇനിയും അസ്തമിച്ചിട്ടില്ല. ഒരു വെള്ളി വെളിച്ചം ഉദയം ചെയ്യുന്ന കാലം വരും. ജെറുസലേമിലെ ഒരു നാട്ടുരാജാവെങ്കിലും ആകാനുള്ള എന്റെ സ്വപ്നം സഫലമാകും. ആ സ്വപ്നം വെറും കളിമൺ കൊട്ടാരം പോലെയാണ്. നിന്റെ തേരോട്ടം ഇന്ന് അവസാനിക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഈ നാട് മുഴുവൻ പേടിപ്പെടുത്തുന്ന നിന്റെ കുതിരക്കുളമ്പടി നാദം ഇനി ഉയരുകയില്ല. കൊള്ളയും കൊലയും നടത്തി നാടിന്റെ രാജാവാകണമെന്ന മോഹം വെറും ധൂളിയായി വായുവിൽ പറക്കും. ബറാബാസ് ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും അധിപനാണെന്നുള്ള നിന്റെ അഹങ്കാരത്തിന്റെ അഗ്നി കെട്ടടങ്ങി വെറും ചാരമായി മാറും. ഇനി നീ ഈ തടവറയുടെ ദാസനാണ്. കൊലമരം നിനക്കായി ആർത്തിയോടെ കാത്തിരിക്കുന്നു. ഇല്ല, ബറാബാസിന് മരണമില്ല. ബറാബാസിന് മരണമില്ല. എടാ അബ്രാമേ, നീ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണ്ട് ആ പണി വേഗം തീർക്കടാ. പണി തിന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ പണി കിട്ടൂല മോനെ. അതിനെന്താ, ഇപ്പൊ തീർത്തേക്കാം. പണി തീർത്തില്ലെങ്കിൽ പിന്നെ പണി കിട്ടൂല എന്ന് മാത്രല്ല, അയാളുടെ നല്ല തല്ലുകൊള്ളേണ്ടി വരും. തല്ലുകൊള്ളാൻ അത് ആശാൻ തന്നെയുള്ളൂ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ആശാന് മുൻപരിചയമുണ്ട്, എനിക്കാണെങ്കിൽ തല്ലുകൊണ്ട് പരിചയവുമില്ല. അതും പേരും പെരുമയുള്ള ബറാബാസിന്റെ കൈ കൊണ്ടല്ലേ കിട്ടിയത്. ഓ, ആ ഭാഗ്യം. അവൻ എന്റെ കൈ കിട്ടും, കളിയാക്കണ്ട. ഓ, കിട്ടിയ ആശാന്റെ മറ്റേ കാലം പോവും. എസ്തഫ, ആ കരപ്പുറമണി വന്നോ? ആശാനും ശിഷ്യനും കഥയെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ചാരുകസേരയുടെ പണിയിരുന്ന അതൊക്കെ എപ്പോഴേ തീർന്നു. എന്നോടൊരു പണി പറഞ്ഞ സമയത്ത് തീർന്നു. എന്നാ പണി തീർത്ത സാധനം കാണിക്കേ. അതിന്റെ കാലിന് ഒരു ചുറ്റാണി പിടിപ്പിച്ച പണി കഴിഞ്ഞു. അല്ലേടാ അബ്രാമേ? അതെ അതെ അതെ, രണ്ട് കാലും കൈവെക്കാനുള്ള കുളുസാങ്കി പണിത ചാരികസേരന് പണി. ചുരുക്കത്തിൽ കസേരക്ക് കയ്യുമില്ല കാലുമില്ല, അല്ലേടാ? കാലില്ലാത്തതൊരു കുറവാണോ? എന്റെ ആശാന നോക്കിയേ. മതി മതി, വൈകുന്നേരം ഞാനങ്ങ് വരും. അന്നേരം എന്റെ കസേര ശരിയായില്ലെങ്കിൽ നിന്റെ രണ്ട് കാലും ഞാൻ തല്ലിയൊടുക്കും, കേട്ടോടാ? ആശാനെ, കസേരയുടെ പണി ഉടനെ തീർക്കണം. ഒരു കണക്കിന് ആശാൻ ഭാഗ്യവാനാണ്. ആശാന്റെ ഒരു കാലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മറ്റേ കാലുണ്ടല്ലോ, എന്റെ രണ്ട് കാലും ഓടിക്കോന്ന് അയാൾ പറഞ്ഞത്. നമുക്ക് പണി വേഗം തീർക്കണം. ആശാനം നടന്നും വിട്ടാത്തത്. എനിക്ക് കൈക്ക് നല്ല സുഖമില്ല, 2 ദിവസം കഴിയട്ടെ. ആശാന് കളി നാള. എന്റെ രണ്ട് കാലില്ലാത്ത കാര്യം ആശാനൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വയ്യ. എന്താണ് ആശാൻ ചിരിക്കണത്? നീ 2 കാലുമില്ലാതെ തവള ചാടി ചാടി നടക്കണ പോലെ ചാടി നടക്കണത് എനിക്ക് ഓർത്തിട്ട് ചിരിച്ചു പോയതാണ്. ആശാന് എന്നെ വാട്ടു പിടിപ്പിക്കല്ലേ. ആശാൻ തമാശ പറയാതെ ഈ പണി എങ്ങനെയാലും തീർക്കണം. എടാ നീ പേടിക്കണ്ട, കസേരയുടെ പണി ഞാൻ തീർത്ത് വെച്ചേക്കാണ്. 2 ചുറ്റാണ് മാത്രം വെച്ചാ മതി. നീ ഇന്നലെ വന്നില്ലെങ്കിലും ഞാൻ അതിന്റെ പണി തീർത്തു. നീ വേഗം അതിന് പോയി ചുറ്റാണി വെച്ചേ, ഇല്ലെങ്കിൽ അയാള് എന്റെ കാലം കൊണ്ട് പോവേ. ഹോ, എന്റെ ശ്വാസം ഇപ്പോഴാണ് നേരെ വീണത്. ചുറ്റാണി എപ്പ വെച്ചെന്ന് നോക്കിയാ മതി. എടാ എടാ, നീ എന്താണ് അവിടെ കിടന്ന് തപ്പണത്? ആശാന് പണി മാറി.
ഇടം മണ്ട മരത്തലയാ ഒരു മരക്കമ്പ ചെത്തി ഉണ്ടാക്കടാ ചുറ്റാണി. ഓ അങ്ങനെയാണല്ലേ ചുറ്റാടി. ആ ആശാനും ശിക്ഷനും ചായ കുടിക്കേ. അമ്മ ഇവിടെ ഇപ്പൊ കുടിക്കാം. ഓ ചായ കൊണ്ടുവന്നപ്പോൾ ആശാരിക്ക് തട്ടുമുട്ടും കൂടി. ഇത് തന്നെയാണ് ആളുകൾ പറയണത്, തിന്നാൻ വിളിക്കുമ്പോൾ ആശാരിക്ക് പണിമുറുകൂന്ന്. ദേ പണി നിർത്തി ആ ചായ കന്നേര്. എത്ര നാളായി ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചായ കുടിക്കുന്നത്. ആശാനെ പോലെ തന്നെയാണ് അമ്മ എന്നെ സ്നേഹിക്കുന്നത്. എടാ എസ്തഫാനും നീയും എനിക്കും ഒരുപോലെയാണ്. അമ്മയുടെ സ്നേഹം അടുത്തെറിഞ്ഞവനാണ് ഞാൻ. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നും എന്റെ വീട്ടിൽ വന്ന് അമ്മയെ ശുശ്രൂഷിച്ച് രോഗം ഭേദപ്പെടുത്തിയത് ഒരിക്കലും ഞാൻ മറക്കില്ല. ആ സ്നേഹം തിരിച്ചു തരാൻ എന്നെ കൊണ്ടാകില്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എടാ അയൽവക്കക്കാരന് നിസ്സഹായാവസ്ഥയിലല്ലേ നമ്മുടെ സ്നേഹം പ്രകടമാക്കേണ്ടത്. പ്രവൃത്തിയിലില്ലാത്ത സ്നേഹം വ്യർത്ഥമാണ്. സ്നേഹം എന്തെന്ന് ഈ അമ്മ എന്നെ പഠിപ്പിച്ചു. മതി മതി മതി. എടാ ബ്രാഹ്മേ ഞാൻ ചുറ്റാനി വെക്ക്. ദേ ഇപ്പൊ ശരിയാക്കി തരാം. എടാ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ല. ആ ഞാനാ ചന്ത വരെ ഒന്ന് പോകയാണ്. എടാ മോനെ, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കിഴക്കേലെ റബേക്ക വരികയാണെങ്കിൽ അടുക്കളയിലേക്കൊന്ന് നോക്കിയേക്കാൻ പറ. എന്നാ പിന്നെ സ്ഥിരമായിട്ട് അങ്ങ് നിർത്തിക്കൂടെ? അതെങ്ങനെയാണ്? ഇവൻ സമ്മതിക്കണ്ടേ? താലില്ലാത്തവന്റെ കൂടെ ഒരു പെണ്ണിന്റെ ജീവിതം കളയണ എന്തിനാന്നാ ഇവൻ ചോദിക്കണത്. റബേക്കയാണെങ്കിൽ ഇവനെ അല്ലാതെ മറ്റാരും കെട്ടൂലെന്ന്. എന്നാ പിന്നെ ആശാനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാം. ആ നീ നോക്ക്, ഞാൻ പോകയാണ്. എടാ 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 ആദ്യം നീ നിന്റെ പണി തീർക്ക്, എന്നിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടാ. ഇതെന്തൊരു പണിയാണ്? പണിത് മരത്തിന്റെ ബാക്കി ഉണ്ടാവൂലല്ലോ. ഒന്നും ഞങ്ങളറിഞ്ഞില്ല. എങ്ങനെ അറിയാനാണ്? രണ്ടുപേരും വാശിക്കല്ലേ പണിതുകൊണ്ടിരിക്കണത്. എടാ നീ പണി നിർത്തിയ? നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ അവരോട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആര് വന്നാലും പോയാലും ചിലർക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പോകയാണ്. അതെന്തിനു പോക്കാണ്? ഇപ്പൊ വന്നേല്ലേ ഉള്ളു. അമ്മ വരുന്നത് വരെ റബേക്കയോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടാ പോയേക്കണം. അത് പറയാൻ ഈ വീട്ടിലാക്കുന്ന ആക്കില്ലേ? ഓ അങ്ങനെ. എന്നാ പിന്നെ ഞാനിപ്പോ വരാം. ഞാനും പോകയാണ്. റബേക്ക റബേക്ക എത്ര നാളായി നാം തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട്. എന്നും ഞാനിവിടെ വന്നു പോകുന്നു. എന്നിട്ടും കുറച്ചു നാളായി എന്റെ പേരൊന്ന് വിളിക്കാൻ പോലും എസ്തഫാന് താല്പര്യമില്ല. റബേക്ക അങ്ങനെ പറയരുത്. എന്റെ അവസ്ഥ കണ്ടില്ലേ? ഈ അവസ്ഥയിലും എസ്തഫാൻ എനിക്ക് ഇഷ്ടമാണ്. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെങ്കിലും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകും. കർത്താവ് ഒരു വഴി കാണിച്ചു തരും, എനിക്ക് ഉറപ്പുണ്ട്. അത് നിന്റെ സ്വപ്നം മാത്രമാണ്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വ്യർത്ഥമായി പോകുമല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നിന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാനോ തീരുമാനത്തിൽ നിന്ന് മാറ്റാനോ എനിക്ക് കഴിയുന്നില്ല. എന്നെങ്കിലും അതിനുള്ള അവസരം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം രണ്ടു വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് പ്രത്യാശയുടെ വെളിച്ചത്തിലൂടെയും മറ്റൊന്ന് പ്രതീക്ഷയറ്റ ഇരുളിലൂടെയും. ഇരുളിലുദിച്ചുയരുന്ന നിലാവ് പോലെ എന്റെ സ്വപ്നം സഫലമാകും. എബ്രാം ഇവിടെ വന്നത് ഞാൻ കണ്ടില്ല. എങ്ങനെ കാണാനാണ്? പ്രേമത്തിന്റെ വഴുവിൽ ശോഭയിൽ കുളിച്ചു നിൽക്കുമ്പോൾ മാനം ഇടിഞ്ഞു വീണാലും അറിയില്ല. എടാ എടാ കളിയാക്കിയത് മതിയടാ. ഞാൻ പോകയാണ്. ഇനി മാനം ഇടിഞ്ഞു വീഴുമ്പോൾ അറിയാണ്ടിരിക്കണ്ട. റബേക്കേ, ഇതെന്താണ്? ഓ, ഈന്തപ്പഴം. മധുരത്തിന്റെ കൂടെ ഇരട്ടി മധുരമായിക്കോട്ടെ എന്ന് കരുതി. മധുരത്തിന്റെ കൂടെ എന്ന് പറയാൻ ഞങ്ങളാരും മധുരം കഴിച്ചില്ല. തേൻ ഒഴിയുന്ന പ്രേമത്തിന്റെ മധുരം.
ഇനി ഇവിടെ നിന്നാൽ വർണ്ണിച്ചു കൊല്ലും. അറിവും സ്നേഹമുള്ള ഒരു പെണ്ണ്. ആശാൻ അവളെ നിരാശപ്പെടുത്തരുത്. എന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞുകൂടെ? അതൊക്കെ ശരിയാവും ആശാൻ. എങ്ങനെ എങ്ങനെ? ആ, ഇത് നമ്മുടെ നാട്ടുപ്രമാണിയാണല്ലോ. എന്താണാവോ ഈ പാവപ്പെട്ടന്റെ വീട്ടിലേക്ക് വന്നത്? എനിക്ക് 2 ഇരിപ്പിടം ഉണ്ടാക്കി തരണം. അല്പം തിരക്കുണ്ട്, ഉടനെ വേണോ? എന്ത് തിരക്കുണ്ടായാലും 3 ദിവസത്തിനുള്ളിൽ കിട്ടണം. ഓ, അങ്ങനെ ആവട്ടെ. എന്താടാ ഒരു ബഹുമാനം ഇല്ലാത്തത്? പണിയിൽ ശ്രദ്ധിച്ചത് കൊണ്ട് വന്നതറിഞ്ഞില്ല. എടാ എസ്തഫാനെ, നസറായനെ യേശു നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആളുകളെ പറ്റിച്ച് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. പറ്റിച്ച് നടക്കുന്നു. അദ്ദേഹം നീതിമാനാണെന്നാണല്ലോ പലരും പറയുന്നത്. അത്ഭുതങ്ങൾ ചെയ്തു നടക്കുന്ന പ്രവാചകനാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ആരാടാ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? നാട് മുഴുവൻ അങ്ങനെയാണ് കേൾക്കുന്നത്. മതി പറഞ്ഞത്. ദുർമന്ത്രവാദം നടത്തി പരസ്യമായി പിശാചുക്കളെ ഒഴിപ്പിക്കുന്നവൻ, കണ്ണും കയ്യും ശൂന്യതയിലേക്ക് ഉയർത്തി ദുർഭൂതങ്ങളെ ആവാഹിച്ച് കുരുടനെയും രോഗികളെയും സുഖപ്പെടുത്തുന്നവൻ, ഇവനാണോ നീതിമാൻ? ഇവനാണോ പ്രവാചകൻ? മരിച്ചുപോയ ലാസാറിനെ ഉയർപ്പിച്ചതും ദുർബുദ്ധങ്ങളെ കൊണ്ടാണോ? എന്താ ഇത്ര സംശയം? കൺകെട്ട് വിദ്യ. അപ്പോ വെള്ളത്തിന്റെ മീതെ നടന്നതോ? ഭൂതമാണെന്ന് അവന്റെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞില്ലേ? ഇത്തരം ചപ്പടി വിദ്യകളൊക്കെ ചെയ്ത് ജനങ്ങളെ വശത്താക്കി രാജാവാകാനാണ് അവന് മോഹം. ഒരു തച്ചന്റെ മോഹം ചില്ലറയൊന്നുമല്ല. യേശു കർത്താവാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. നീ എന്ത് പറയുന്നു? ചോദിച്ചത് കേട്ടില്ലേ? അങ്ങ് പറയുന്നത് പോലെ. നീ എന്ത് പറയുന്നു? ശാം പറഞ്ഞതുപോലെ. ദൈവനിഷേധം രാജ്യദ്രോഹമാണ്. പറഞ്ഞത് മനസ്സിലായോ? അവർക്കുള്ള ശിക്ഷ മരണമായിരിക്കും. നസ്രായന്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്കും അത് തന്നെയാണ് ഗതി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? പിന്നെ ഞാൻ പറഞ്ഞ പണി വേഗം തന്നെ ചെയ്തു വെച്ചേക്കണം. ഈ 7-ാം കൂലി പ്രമാണികൾക്ക് വരെ എന്തൊരഹങ്കാരമാണ്. പ്രമാണി, മനുഷ്യനെ ദ്രോഹിക്കുന്ന പരമാണിയാണ് അവൻ. പണിയെടുക്കാതെ ജീവിക്കാന്ന് വെച്ചാലും സമ്മതിക്കൂല. ഒരു പ്രണാമി. നീ എന്താണ് പറഞ്ഞത്? ആശാനെ, പണിയെടുത്ത് ജീവിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്താടാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഒരു നാട്ടുപ്രമാണി ഇവിടെ വന്നു. അയാളുടെ ഭീഷണിയായിട്ട് അങ്ങനെ നിന്നുപോയി. എന്തു ഭീഷണി? യേശു ദൈവനിഷേധിയാണെന്നും യേശുവിന്റെ പിന്നാലെ പോകുന്നവന് മരണശിക്ഷയായിരിക്കും ഫലമെന്നും ഭീഷണി മുഴക്കിയിട്ടാ പോയേക്കണം. മോനെ, ഇവിടെ പലരും വരും പോകും. പണിയുടെ കാര്യമല്ലാതെ മറ്റൊന്നും അവരോട് തർക്കിക്കാൻ നിൽക്കണ്ട. നമുക്കും ജീവിക്കേണ്ടട മക്കളെ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവർക്ക് എന്തും ചെയ്യാം. തല്ലി കൊന്നാലും ആരും ചോദിക്കാനില്ല. ആ കാട്ടുകള്ളം ബറാബാസ് ചെയ്ത കാര്യം മറന്നുപോയോ? അമ്മേ, എങ്ങനെ മറക്കും? നമ്മുടെ മുന്നിലിട്ടല്ലേ ബറാബാസാപ്പനെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. എന്റെ ഈ കാല് തല്ലിയൊടിച്ചതും ഒരു തീക്കനൽ പോലെ ഉള്ളിൽ കിടന്നെരിയുകയാണ്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. വഴക്കിനും പ്രതികാരത്തിനും ഒന്നും പോകേണ്ട. അവരോടൊക്കെ ഏറ്റുമുട്ടാനുള്ള ശക്തി നമുക്കില്ല. മോനെ, പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം. അതെ, അമ്മ പറഞ്ഞതാണ് ശരി. നമ്മളെ സഹായിക്കാനൊന്നും ആരും വരില്ല. അമ്മ വന്നോ? ഞാൻ എല്ലാ പണിയും തീർത്തുവച്ചിട്ടുണ്ട്. മോളെ, മോളി കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം സഹായമാണ് ചെയ്യുന്നത്. തിരിച്ചു തരാൻ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. തിരികെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈ വീടും ഇവിടെയുള്ളവരും റെബേക്കക്ക് സ്വന്തം. റെബേക്ക നിങ്ങൾക്ക് സ്വന്തം. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും റെബേക്കക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങാട് തന്നെ. തൽക്കാലം ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? മോൾക്ക് എന്തു വേണമെങ്കിലും പറയാലോ.
കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നീ ഞെട്ടോടാ? ഞാനൊട്ടും ഞെട്ടൂല. എന്നാൽ ഞാൻ പറയട്ടെ. റബേക്ക, നീ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ധൃതിയായി. നമുക്ക് യേശുവിനെ കാണണം. നസ്രായനായ യേശുവിനെ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മോളെ, നീ എന്താണ് പറഞ്ഞത്? നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു. ആ കരപ്രമാണി വന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ? യേശുവിന്റെ പിന്നാലെ പോകുന്നവർ രാജദ്രോഹികളാണെന്ന്. അസൂയയും അഹങ്കാരവും കൊണ്ട് യേശുവിന്റെ മഹത്വം ദർശിക്കാനുള്ള ഹൃദയവിശാലത അവർക്കില്ലാതെ പോയി. യേശുവിന്റെ മഹത്വം നിനക്കെങ്ങനെ മനസ്സിലായി? ദൈവമഹത്വം മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് യേശുവിൽ വിശ്വസിക്കണം. യേശു ദൈവപുത്രനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ വിളിച്ചു പറഞ്ഞില്ലേ? ആരും ചെയ്യാത്ത അത്ഭുത കൃത്യങ്ങൾ ചെയ്ത് ഈ നാട് മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് യേശു. ആയിരങ്ങൾ അവനെ അനുഗമിക്കുന്നു. ഇത് കണ്ട് അസൂയമൂത്ത അധികാരികൾക്ക് യേശു ജീവിച്ചിരിക്കുന്നത് അധികപ്പറ്റാണെന്ന് തോന്നി. ആ ചെറുപ്പക്കാരനെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചു. ഭരണകൂടത്തിന്റെ സിൽബന്ദികൾ അത് ഏറ്റുപാടി ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്നു. ആശാര്, ഈ റബേക്കയ്ക്ക് ഏതോ പിശാച് കൂടിയിട്ടുണ്ട്. ഏതോ പിശാചല്ല, യേശുവിന്റെ പിശാച്. അവന്റെ നാമം കേട്ടാൽ പിശാചുക്കൾ വിറച്ചോടുമെന്ന് അനുഭവസ്ഥർ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? മന്ത്രവിദ്യകൾ കൊണ്ട് കാണുന്ന അത്ഭുത കാഴ്ചകൾ വെറും താൽക്കാലികം മാത്രം. യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ അങ്ങനെയാണോ? ജന്മനാ മുടന്തനും കുരുടനും ബധിരനും അദ്ദേഹത്തിന്റെ സ്പർശനം കൊണ്ട് സുഖപ്പെടുന്നു. അവരുടെ അനുഭവങ്ങൾ തെരുവുകളിലും അധികാര സ്ഥാനങ്ങളിലും ഏറ്റുപറയുന്നു. എന്റെ എസ്തഫാനെ, എബ്രഹാമേ, ഇതൊന്നും കാണാനും കേൾക്കാനും കഴിവില്ലാത്തവരാണോ നിങ്ങൾ? ഹൃദയമില്ലാത്തവരാണോ നിങ്ങൾ? മോളെ, ജനം പറയുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ? പരിസേരും പുരോഹിത പ്രമാണിമാരും ഒക്കെയല്ലേ ഇവിടെ അറിവുള്ളവർ. അവർ പറയുന്നതല്ലേ നാം കേൾക്കേണ്ടത്. അധികാരികളെ നാം ഭയക്കുന്നു. ഭയം കൊണ്ട് യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാക്കാനാകുന്നില്ല. നസ്രായന്റെ പിന്നാലെ പോകുന്നവർക്ക് ഒരാപത്തും സംഭവിക്കില്ല. എസ്തഫാന്റെ കാല് അവൻ സുഖപ്പെടുത്തും. എന്റെ വിശ്വാസത്തെ നിങ്ങൾ പുച്ഛിച്ചു തള്ളരുത്. യേശുവിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞാൽ, അവൻ യാത്ര ചെയ്ത പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. അത് മാത്രം മതി. എസ്തഫാനിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. റബേക്ക, നിന്റെ അറിവും വിശ്വാസവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ജ്വലിക്കുന്ന വിശ്വാസത്തിന്റെ അഗ്നി എന്റെ ഹൃദയത്തിലേക്ക് പടരുന്നത് പോലെ. ഗലീലി മലമുകളിൽ നിന്നും പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്ത പോലെ നിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് മുഴക്കം എന്റെ ചെവികളിൽ മുഴങ്ങുന്നു. ഞാനും നിന്നോടൊപ്പമുണ്ട്. ഞങ്ങളും. എസ്തഫ, എന്താണിത്? സൂക്ഷിച്ചു നടക്കണ്ടേ? കല്ലും മുള്ളും പാറക്കല്ലുകളുമുള്ള നടപ്പാതയാണിത്. കൈ പൊട്ടിയിട്ടുണ്ടല്ലോ. നടന്ന് നടന്ന് ഞാൻ അവശനായി. മണക്കാറ്റടിക്കുന്നോണ്ട് കാഴ്ച മങ്ങുന്നു. റബേക്ക, വല്ലാത്ത ദാഹം. ഇവിടെ എങ്ങാനും കുറച്ച് വെള്ളം കിട്ടും? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എസ്തഫ. എല്ലാം നീ മുൻകൂട്ടി കരുതിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഇനി അധിക ദൂരം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? ഇതൊക്കെ വെറും തോന്നലല്ലേ. ഇതൊരു ചെറിയ വീഴ്ചയാണ്. ഇതുകൊണ്ടൊന്നും തളർന്നു പോകരുത്. ഞാനില്ലേ കൂടെ? നിനക്ക് തളരാത്തൊരു മനസ്സുണ്ട്. അതെനിക്ക് ഇല്ലാതെയായിപ്പോയി. ഒരുപക്ഷെ അനുഭവങ്ങളായിരിക്കും എന്നെ അങ്ങനെ ആക്കിയത്. എങ്കിലും നിന്റെ വാക്കുകളിൽ എന്തോ എനിക്ക് വിശ്വാസം തോന്നുന്നു. ആ വിശ്വാസത്തിന് മങ്ങലേൽക്കില്ല. നമുക്ക് നടക്കാം. ഇനി എത്ര ദൂരം?
യേശുവിനെ കണ്ടെത്തും വരെ. ഒരവസാനമില്ലാത്ത യാത്ര. എന്തിനിങ്ങനെ നിരാശനാകുന്നു? ആശിക്കാൻ വകയില്ലാത്തവന് നിരാശയല്ലാതെ മറ്റെന്താണ്? ഇത് നമ്മുടെ മരപ്പണിക്കാരന്റെ എസ്തഫാനല്ലേ? കാലില്ലാത്ത നീ എവിടെ പോകുന്നു? എവിടെ പോണടി ഇവനെയും കൊണ്ട്? ഈ കാലില്ലാത്തവനെ കൊണ്ട് ഇവള് ഒളിച്ചോടി പോകായിരിക്കും. എന്നാ പിന്നെ രണ്ട് കാലുള്ള നമ്മളെ വിളിച്ചൂടെ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യടാ? നീ ആ നസ്രായനെ തേടി പോകയല്ലേ? സത്യം പറയടാ. അതെ. എസ്തഫാനെ ഒന്നും ചെയ്യരുത്. ഓ, അവളുടെ ഒരു എസ്തഫാൻ. മാറി നിൽക്കടി. ഇവനോട് ആ നസ്രായന്റെ പിറകെ പോകരുതെന്ന് പറഞ്ഞതാണ്. ഇവൻ എന്റെ നേരെ ഓങ്ങിയ ഈ കൈ കൂടി ഒടിച്ചു കളയണം. അയ്യോ, എസ്തഫാനെ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളെ ഉപദ്രവിക്കരുത്. നസ്രായനായ യേശുവേ, ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളെ രക്ഷിക്കണേ. എന്താണ് ഈ കാണിക്കുന്നത്? ഒരു കാലിന് സ്വാധീനമില്ലാത്ത മനുഷ്യനെയും അയാളുടെ ഭാര്യയെയും ക്രൂരമായി മർദ്ദിക്കുന്നു. നിങ്ങൾ മനുഷ്യരാണോ അതോ മൃഗങ്ങളോ? നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവന്റെ കൈ കൂടി ഞാൻ ഒടിച്ചേനെ. എന്തിന്? ഇവൻ യേശുവിനെ തേടി പോകയാണ്. അതൊരു അപരാധമാണോ? യേശു നീതിമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവൻ എല്ലാവരെയും സഹായിച്ചതല്ലാതെ ഉപദ്രവിച്ചിട്ടില്ല. മതി, നിങ്ങളും അവന്റെ പക്ഷത്താണ്. ഞാൻ ആരുടെയും പക്ഷത്തല്ല. കാരണമില്ലാതെ ആരിലും കുറ്റം ആരോപിക്കരുത്. അവൻ ജനങ്ങളെ സ്വാധീനിച്ചേ ഭരണകൂടത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു. ഇത് രാജ്യദ്രോഹമല്ലേ? എപ്പോൾ ശ്രമിച്ചു? എങ്ങനെ? വ്യക്തമായ കാരണങ്ങളോ തെളിവുകളോ ഉണ്ടോ? നിലവിലുള്ള തെറ്റായ കീഴ്വഴക്കങ്ങൾ, പാപികളോടുള്ള അനുകമ്പ, സാപത്ത് ദിനത്തിലെ അന്ധവിശ്വാസങ്ങൾ, ഫരിസേയരുടെയും പുരോഹിത പ്രമാണിമാരുടെയും കപടനാട്യങ്ങൾ, ഇത്തരം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണോ രാജ്യദ്രോഹം? അത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയല്ലേ? തന്റെ ഈ വക്കാലത്ത് ഞങ്ങൾക്ക് കേൾക്കണ്ട. താൻ അനുഭവിക്കും, കണ്ടോ. ആ, ഞാൻ അനുഭവിച്ചോളാം. നന്ദി. അങ്ങ് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ഈ കൈ കൂടി അവർ ഒടിച്ചു കളഞ്ഞേനെ. ഈ സഹായം ഞങ്ങൾ മറക്കില്ല. നിങ്ങൾ യേശുവിനെ കാണാനാണ് പോകുന്നതെങ്കിൽ ഈ വഴിയിലൂടെ തന്നെ പോയാൽ മതി. ഈ പാതയിലൂടെയാണ് യേശു സഞ്ചരിച്ചത്. നിങ്ങളുടെ യാത്ര ശുഭമായിരിക്കും. ഞാൻ പോകുന്നു. എവിടെയും തടസ്സങ്ങളാണല്ലോ റബേക്ക. തല്ലിയും തലോടിയും ദൈവം നമ്മെ പരീക്ഷിക്കുകയാണ്. ദുർബലനാകരുത്. എന്നെ കുറിച്ചല്ല, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എന്റെ ഭയം. ഇപ്പോൾ തന്നെ ആ മനുഷ്യ സ്നേഹി തക്ക സമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്റെയും നിന്റെയും കഥ കഴിഞ്ഞേനെ. എസ്തഫ, ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. നമ്മുടെ യാത്രയിൽ യേശു നമ്മുടെ കൂടെയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ വിശ്വാസമാണ് എന്നെ യേശുവിന്റെ പാതയിലേക്ക് നയിച്ചത്. എന്റെ ഭാഗ്യം, എന്നെ ദൈവം കൈവിടില്ല. നീ ഇത്രത്തോളം എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? നിന്റെ ആരോഗ്യം, സൗന്ദര്യം എല്ലാം എന്നെ പോലുള്ള വികലാംഗന് വേണ്ടി ഹോമിക്കാൻ ഞാൻ നിനക്ക് ഒന്നും തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ലേ? ചെറുപ്പം മുതലേ എസ്തഫാൻ ഈ കാല് നഷ്ടപ്പെടുന്നത് വരെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? മറന്നുപോയോ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല. റെബേക്ക എനിക്ക് സ്വന്തം, എന്റേത് മാത്രം. ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എസ്തഫാൻ എന്റെ സ്വന്തം, എന്റേതു മാത്രം. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ കൈമാറി. എന്നിട്ടിപ്പോൾ എസ്തഫാന്റെ വാക്കുകൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റെബേക്ക, നീ അപ്പോഴേക്കും കരഞ്ഞു. നോക്കൂ,
നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല, എന്റെ ഇന്നത്തെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. നീ എനിക്ക് സ്വന്തം, എന്റേത് മാത്രം. എന്താ ഇടി ഒന്ന് ചിരിച്ചുകൂടെ? ദേവത നമ്മുടെ കൂടെയാണ്. ഇതാ നോക്കിയേ, ഭാര്യ ഭർത്താക്കന്മാരാണെന്നാ തോന്നുന്നത്. ദൂരയാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആ ഭാണ്ഡത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാകും. ഉറപ്പായിട്ടും വരൂ, സമയം കളയണ്ട. നീയൊക്കെ എവിടെ ഒളിച്ചാലും ഞങ്ങൾ പിടിക്കും. ഇരട്ടച്ചങ്കന്മാരെ വരെ ഒറ്റയടിക്ക് താഴെയിടുന്നവരാണ് ഞങ്ങൾ. പിന്നെയാണ് ഈ ഒറ്റക്കാലൻ. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞങ്ങളെ ഉപദ്രവിക്കരുത്. അതേടാ, നിന്നെ തലോടി ഉറക്കാം. ഈ ഭാണ്ഡം ഞാൻ തരൂല. നിന്റെ അനുവാദം ആർക്ക് വേണോടി? അമ്മേ, റെബേക്ക, ഇത് ഞങ്ങൾക്കുള്ളതാണ്. കാലില്ലാത്ത നീ ഇത് ചുമന്ന് വിഷമിക്കണ്ട. നോക്കി നിൽക്കാതെ അവന്റെ കയ്യിലിരിക്കുന്ന വടിയിങ് മേടിച്ചോടാ. അമ്മേ, എസ്തഫ, എസ്തഫ, ആ വടി കൊണ്ടുപോകരുത്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചുമന്നിട്ട് പോടി ഇവനെ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. യേശുവേ, യേശുവേ, നീ എവിടെയാണ്? ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ രക്ഷിക്കണം. യേശുവേ, നീ എവിടെയാണ്? ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളെ രക്ഷിക്കണം. റെബേക്ക, നിന്റെ കണ്ണുകൾ രക്ഷിക്കണം. യേശു സഞ്ചരിച്ച ഈ പാടി രക്ഷിക്കണം. അവന്റെ പാദസ്പർശനം ഈ മണ്ണിൽ വീണാൽ മാത്രം മതി. രക്ഷിക്കണം. നമ്മുടെ സങ്കടം അവർ ശ്രവിക്കും. എവിടെ നിന്നു കൂട്ടത്തിന്റെ ഇരമ്പൽ കേൾക്കുന്നു. അതെ, അതെ, ഞാനും കേൾക്കുന്നു. ഞാനും കേൾക്കുന്നു. അവിടെ ഉറപ്പായും യേശുവുണ്ട്. ഉറപ്പായും യേശുവുണ്ട്. ആ കാണുന്ന മലയുടെ മറുവശം യേശുവുണ്ട്. 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 യേശുവേ, നമ്മൾ എങ്ങനെ അവിടെ വരെ ചെല്ലും? നസ്രായ യേശുവേ, അങ്ങ് മുടന്തനെ സുഖപ്പെടുത്തിയത് കേട്ടിട്ടുണ്ട്. ഒരു കാൽ മാത്രം സ്വാധീനമുള്ള എന്റെ 3 വടി വരെ തസ്കരന്മാർ കവർന്നെടുത്തു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാതെയായി. എന്റെ സങ്കടം കാണാൻ കരുണയുണ്ടാകണം. കരുണയുണ്ടാകണം. യേശുവേ, യേശുവേ, കരുണയുണ്ടാകണം. യേശു, കരുണയുണ്ടാകണം. എന്റെ ശരീരത്തിലൂടെ ഇരച്ചു കയറുന്നത് പോലെ ഒടിഞ്ഞ കാലിന് പ്രത്യേക ശക്തി അനുഭവപ്പെടുന്ന പോലെ എന്റെ കാല് നേരെയായി. കാല് നേരെയായി. യേശുവേ, യേശുവേ, നീ എന്റെ സങ്കടം നന്ദി യേശുവേ, നന്ദി. നസ്രായനായ യേശുവേ, പാവങ്ങളായ നിനക്ക് കനിവ് തോന്നിയല്ലോ. നന്ദി യേശുവേ, നന്ദി. ദൈവമേ, നന്ദി. നസ്രായൻ, നന്ദി. യേശുവേ, നന്ദി. നന്ദി.
എടോ, എത്ര നേരമായി ഞാൻ തന്നെയും കാത്തിരിക്കുന്നു. അന്നാസും കയ്യഫാസും പറയുന്നിടത്തെല്ലാം ഓടണ്ടേ, എന്നാലല്ലേ അവരുടെ രഹസ്യം അറിയാൻ എനിക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അവിടുന്ന് പീലാത്തോസിന്റെ അരമനയിൽ അങ്ങനെ പല പ്രമാണിമാരുടെയും രഹസ്യ സങ്കേതങ്ങളിൽ കയറിയിട്ട് വേണം നിങ്ങളെ പോലുള്ള പ്രമാണിമാരുടെ അടുത്തേക്ക് വരാൻ. അതുകൊണ്ടെന്താ, താൻ സേനാനായകൻ മാത്രമല്ല, രഹസ്യങ്ങളുടെ കലവറ കൂടിയാണ്. ഭരണസിരാകേന്ദ്രങ്ങളിൽ തന്റെ സാന്നിധ്യം അനിവാര്യമാണ്. എപ്പോഴും എവിടെയും കയറി ചെല്ലാൻ ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ട. തന്നെ എനിക്കും മാറ്റി നിർത്താനാവില്ല. പിന്നെ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? രഹസ്യങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഗൂഢാലോചനകൾ വളരെ രഹസ്യമായി നടക്കുന്നുണ്ട്. എല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അവരെ കൊണ്ട് തന്നെ ആരോപണങ്ങൾ നിരത്തിവെപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. നിങ്ങളറിയാതെ എന്ത് തന്ത്രമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി മെനഞ്ഞെടുക്കുന്നത്? നസ്രായനെ കുരിശിലേറ്റണമെന്നാണ് അന്നാസിനെ പോലുള്ള പ്രമാണിമാർ പറയുന്നത്. അപ്പോൾ അവർ നമ്മുടെ വഴിയിലേക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് നാം നേരിട്ട് പീലാത്തോസിന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ ജനാഭിപ്രായം ആവില്ല. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. അതെ, ജനങ്ങൾ ഒന്നായി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പിലാത്തോസിന് നിഷേധിക്കാനാവില്ല. കാരണം അദ്ദേഹത്തിന് ജനങ്ങളെ പേടിയാണ്. അപ്പോൾ ജനങ്ങളെ പാട്ടിലാക്കാനുള്ള ശ്രമം നടത്തണം. അക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിനെ യേശുവിന്റെ പേരിൽ 2 കുറ്റങ്ങളാണ് ആരോപിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 രാജ്യദ്രോഹം, 2 ദൈവനിഷേധം. അതെ, ഇതിന് രണ്ടിന് വ്യക്തമായ തെളിവുകളുണ്ടല്ലോ. ഈ തെളിവുകളെ കുറ്റവിചാരണക്കിടെ അക്കമിട്ട് നിരത്തി പറയണം. അതിനുള്ള കള്ളസാക്ഷിക്കാരെ കണ്ടുപിടിച്ച് അതിനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞു. യേശുവിന്റെ പുറകെ നടന്നിരുന്ന ജനങ്ങളെ കൊണ്ട് തന്നെ അവനെതിരായി പറയിപ്പിക്കണം. അവരുടെ വിശ്വാസം തകർക്കാൻ പ്രയാസമാണ്. എങ്കിലും ആ വിശ്വാസം രാജ്യ താല്പര്യങ്ങൾക്കെതിരാണെന്നുള്ള ബോധ്യം ജനങ്ങളിൽ വളർത്തിയെടുക്കണം. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണം. അല്ലാതെ ഇവിടെ കൂടിയിരുന്ന നേരം പോക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ കഴുതകളാക്കാൻ തല പുകഞ്ഞ് തന്ത്രങ്ങളൊന്നും മെനയണ്ട. ചില്ലിക്കാശും അപ്പക്കഷ്ണങ്ങളും മാത്രം മതി. നമ്മുടെ എന്തു തോന്നിയാസവും അവർ വിശദീകരിക്കും. നീതിമാനെ കല്ലെറിയും, ചാട്ടവാറിനടിക്കും, കുരിശിലേറ്റും. അങ്ങനെ നമ്മുടെ ആജ്ഞ പോലെ എന്നും നമ്മുടെ മുൻപിലുണ്ടാകും. അങ്ങനെയല്ലാതെ ആരെങ്കിലും നമുക്കെതിരെ തലപൊക്കുന്നുണ്ടെങ്കിൽ അവനെ കടലിന്റെ ആഴത്തിലേക്ക് എറിയണം. അതിനും ജനങ്ങൾ നമ്മളെ സഹായിക്കും. ഇതാണ് ഭരണതന്ത്രം. ചുരുക്കത്തിൽ ഭരണത്തിൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കില്ല. അതെ, ഈ നയം തന്നെയാണ് അന്നാസിനെ പോലുള്ളവർ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്നത്. നീതിമാന്റെ മൂർച്ചയുള്ള ഒരു വാക്കും അധികാരിയുടെ വാളിന്റെ മൂർച്ചയോളമാവില്ല. ജീവനുണ്ടെങ്കിലേ വാക്കുകൾ പുറത്തു വരികയുള്ളൂ. അധികാരിയുടെ ജീവനില്ലാത്ത വാക്കുകൾ പോലും വാളിന്റെ തിളക്കത്തിൽ ഭയന്ന് ജീവൻ തുടിക്കും. അങ്ങനെ ആ പടുവാക്കുകൾ രാജ്യ നിയമമാകും. ജനങ്ങളുടെ തലയിൽ കൊടുവാളായി തൂങ്ങും. എല്ലാം ജനത്തിന്റെ തലയിൽ തന്നെ. അതുകൊണ്ട് അധികാരമുള്ള നമ്മുടെ തന്ത്രം ജനങ്ങളെ കൊണ്ട് നടപ്പാക്കണം. അത് തന്നെയാണ് മേലധികാരികളുടെയും ആലോചന. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രയും വേഗം ചെയ്തിരിക്കണം. ബറാബാസിനെ വിട്ടയച്ച് യേശുവിനെ കുരിശിലേറ്റാനുള്ള തീരുമാനം ജനങ്ങളുടെ തീരുമാനമായി മാറ്റാനുള്ള കൗശലങ്ങളെ കുറിച്ച് മേലധികാരികൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ ഒരു കുരിശ് പണിയണം. അത് നമ്മുടെ സമ്മാനമായി യേശുവിന് കൊടുക്കണം. നസ്രായന്റെ തോളിൽ വെച്ചാൽ അവൻ കമഴ്ന്നടിച്ച് വീഴണം. ആ കുരിശിനെ അത്രയ്ക്കും ഭാരമുണ്ടാകണം. പെട്ടെന്ന് കുരിശ് പണിയാൻ പറ്റിയ പരിചയസമ്പന്നനായ ഒരാളെ കണ്ടെത്തണം. സമരിയായിൽ ഒരു മൂത്താശാരിയുണ്ട്. പക്ഷേ അയാൾക്ക് പ്രായമായി, കണ്ണു കാണാൻ പറ്റാതെയായി. ഇവിടെ കുറച്ചകലെയായി എന്റെ ഒരു പരിചയക്കാരനുണ്ട്.
നല്ല പണിക്കാരനായിരുന്നു. എന്നാൽ പിന്നെ അയാളെ ഏൽപ്പിച്ചൂടെ? പക്ഷേ അയാൾ സുഖമില്ലാതെ കിടക്കുകയാണ്. കണ്ണ് കാണാൻ പറ്റാത്തവനെയും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവനെയാണോ കുരിശ് പണിയാൻ നിങ്ങൾ കണ്ടെത്തുന്ന ആശാരിമാർ? കഴിവുള്ളവരെ കണ്ടെത്തിയപ്പോൾ അവരുടെ പരിമിതികൾ പറഞ്ഞു മനസ്സിലാക്കി എന്ന് മാത്രം. പ്രത്യേകിച്ച് പരിമിതികളൊന്നുമില്ലാത്തവരെയാണ് നമുക്ക് ആവശ്യം. ആ, ഒരാളുണ്ട്. എന്നാൽ പറയൂ, കേൾക്കട്ടെ. നമുക്ക് സമീപസ്ഥനായ പരമ്പരാഗതമായ ആശാരിപ്പണി തൊഴിലാക്കിയിട്ടുള്ളവൻ. ആരാണവൻ? എസ്തഫാൻ. എസ്തഫാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ബറാബാസിന്റെ കൈകൾ കൊണ്ട് തല്ലിയൊടിച്ച കാലുമായി യേശുവിനെ കാണാൻ പോയ എസ്തഫാൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ വാർത്ത കേട്ടിട്ട് ഏതാനും നാളായിട്ടില്ല. യേശു അവനിൽ അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് അവനും കൂടെയുള്ള പെൺകുട്ടിയും നാട് മുഴുക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ആ വാർത്ത പലരും വിശ്വസിച്ചു. കുറെ ആളുകൾ അത് മന്ത്രവിദ്യയാണെന്ന് കരുതി. അത് മന്ത്രവിധിയോ അത്ഭുത പ്രവൃത്തിയോ അല്ല. ഒടിഞ്ഞ കാലിനോട് ചേർന്ന് എന്തൊക്കെയോ കൃത്രിമ പണികൾ ചെയ്ത് കാല് നേരെയാക്കി. അത്രയ്ക്കും വിദഗ്ധനാണവൻ. അച്ഛനും ആശാരിപ്പണിക്കാരനായിരുന്നു. ബറാബാസ് വീട് കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ തടയാൻ വന്ന ആശാരിയും മകനെയും ബറാബാസും സംഘവും നിർദ്ദയം മർദ്ദിച്ചു. മകനായ എസ്തഫാന്റെ ഒരു കാൽ തല്ലിയൊടിച്ചു. സഹിക്കാനാവാതെ ബറാബാസിന്റെ മേൽ ചാടി വീണ ആശാരിയെ മകന്റെയും ഭാര്യയുടെ മുന്നിൽ വെച്ച് ബറാബാസ് കഴുത്ത് ഞെരിച്ച് കൊന്നു. അന്ന് എസ്തഫാൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ബറാബാസിന് വേണ്ടി ഒരു കുരിശു പണി. ആ കുരിശിന് ശക്തനായ ബറാബാസിന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരമുള്ളതായിരിക്കും. ഇതുവരെ ആരും പണിയാത്ത കുരിശ്. ആ കുരിശിൽ കിടന്ന് ബറാബാസ് പിടയുന്നത് കണ്ട് അവൻ ആർത്ത് ചിരിക്കും. ഇതായിരുന്നു അവന്റെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ ബറാബാസിനോടുള്ള അടങ്ങാത്ത പ്രതികാരമായിരുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തു ഗുണം? അത് നമുക്ക് മുതലാക്കണം. ബറാബാസിനെ രഹസ്യമായി വിചാരണ ചെയ്ത് കുരിശിലേറ്റാൻ തീരുമാനിച്ചെന്നും ആ കുരിശ് പണിയാനുള്ള ഭാഗ്യം നിനക്കാണെന്നും അവനോട് പറയണം. അപ്പനെ കൺമുമ്പിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നതിന്റെ പക അഗ്നിജ്വാലയായി ആളിക്കത്തും. പ്രതിഫലം പോലും വാങ്ങാതെ ആ കൃത്യം അവൻ ഭംഗിയായി നിർവഹിക്കും. എങ്ങനെയുണ്ട് തന്ത്രം? ഇത് തന്ത്രമല്ല, കുതന്ത്രം. വരട്ടെ, ഒന്നാം തരം നീങ്ങ്. ഇത് നമുക്ക് ആഘോഷിക്കാം. നൃത്തമറിയാവുന്നവർ ചുവട് വയ്ക്കട്ടെ, ആഘോഷിക്കട്ടെ.
അത്ഭുതങ്ങൾ ചെയ്തും തെരുവ് പ്രസംഗങ്ങൾ നടത്തിയും ജനങ്ങളെ വശത്താക്കി സ്വയം രാജാവായി വാഴാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള മരപ്പണിക്കാരന്റെ മകൻ യേശുവിന്റെ ഗൂഢതന്ത്രം. ഒന്നാമത്തെ കുറ്റം രാജ്യദ്രോഹം. ദൈവപുത്രനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം ദൈവിക പരിവേഷമണിഞ്ഞത്. രണ്ടാമത്തെ കുറ്റം ദൈവനിഷേധം. അതിനുള്ള ശിക്ഷ കുരിശുമരണം തന്നെ. ആ കുരിശ് നസ്രായനെ സ്നേഹിക്കുന്ന എസ്തഫാൻ തന്നെ പണിയും. അതെ, എസ്തഫാൻ തന്നെ പണിയണം. എടാ എബ്രാമേ, ഈ കുരിശിന്റെ ഉടമസ്ഥൻ വരാൻ സമയമായിട്ടാ. അതിനെന്താ, ആശാൻ വിഷമിക്കണ്ട. ആശാൻ പ്രതീക്ഷിച്ച പോലുള്ള കുരിശിന്റെ പണി ഇപ്പൊ തീരും. ഏതായാലും ബറാബാസിനോടുള്ള ആശാന്റെ പ്രതികാരം ഈ കുരിശിൽ തീർത്തിട്ടുണ്ട്. അവര് പറഞ്ഞതിലും ഭാരമുള്ള കുരിശ്. എന്നെങ്കിലും ബറാബാസിന് ഒരു കുരിശ് പണിയാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചിരുന്നു. ആ സ്വപ്നം ഇന്ന് സഫലമാവുകയാണ്. ബറാബാസിനെ ചിതയൊരുക്കുന്ന ഈ കുരിശിന്റെ പണി പൂർത്തിയാകുമ്പോൾ ജെറുസലേം നിവാസികളുടെ പ്രതികാരത്തിന്റെ അഗ്നി കെട്ടടങ്ങും. അങ്ങനെ 10 വർഷം മുമ്പ് എസ്തപ്പാൻ എന്ന കൗമാരക്കാരൻ ചെയ്ത പ്രതിജ്ഞ നിറവേറും. റെബേക്കയെ കണ്ടില്ലല്ലോ. റെബേക്ക അവളുടെ വീട്ടിൽ പോയി. അമ്മയും അവളുടെ കൂടെ വിരുന്ന് പോയേക്കാണ്. വളരെ കാലമായി അമ്മ വീടിന് പുറത്തിറങ്ങിയിട്ട്. യേശുവിന്റെ അനുഗ്രഹം കിട്ടിയതോടുകൂടി എന്റെ നിരാശ മാറി. ഇനി പ്രത്യാശയുടെ കാലങ്ങളാണ്, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഇനിയൊരു കുഞ്ഞിക്കാലൂടി ഇവിടെ ഓടിക്കളിച്ചാൽ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുമോ? യേശു കൂടെയുള്ളപ്പോൾ എനിക്ക് എല്ലാം സാധിക്കും. ആ എടാ എബ്രാമേ, നേരെ വരട്ടി, നീ പോയിക്കോ. ആ, നേരം പോയതറിഞ്ഞില്ല. ഞാൻ പോകുകയും. ബറാബാസേ, നിനക്കുള്ള കുരിശ് തയ്യാറായി കഴിഞ്ഞു. ജീവന് വേണ്ടി കെഞ്ചിയിട്ടും ഒരിറ്റ ദയ പോലും കാണിക്കാത്ത നീ ഈ കുരിശിൽ കിടന്ന് പീടയുന്നത് ഞാൻ കാണും. ജെറുസലേം നിവാസികളുടെ ഉറക്കം കെടുത്തിയ ഭീകരനായ കൊള്ളക്കാരന് അന്ത്യവിശ്രമത്തിനായി ഈ കുരിശ് പണിതത് ഞാനാണെന്ന് അഭിമാനപൂർവ്വം ഉറക്കെ വിളിച്ചു പറയും. നല്ല ചൂടും ചോരയുമുള്ള ചെറുപ്പക്കാരൻ, എസ്തഫാനെ പോലെ നിശ്ചയദാർഢ്യമുള്ള പൗരൻ നാടിന് മാതൃകയാണ്. നമ്മൾ പറഞ്ഞ കുരിശിന്റെ പണി കൃത്യസമയത്ത് തന്നെ തീർന്നു. ഓ, വിചാരിച്ചതിലും ഭാരം കുരിശിനുണ്ട്. ഇവന്റെ പ്രതികാരം ഈ കുരിശിൽ പതിച്ചു വച്ചിരിക്കുകയാണ്. എന്റെ ചങ്കിലെ ചോരഞ്ഞിടക്കി പണിതാണ് ഈ കുരിശ്. അതിന് പാരിതോഷികമായി ചങ്കിലെ ചോര ചിന്താൻ ഒരാളെ തയ്യാറാക്കി നിർത്തി കഴിഞ്ഞു. അതാരാണെന്ന് നിനക്ക് ഊഹിക്കാമോ? എന്തിനൂഹിക്കണം? പകൽ വെളിച്ചം പോലെ വ്യക്തം. ബറാബാസ്. പ്രാണന് തുല്യ സ്നേഹിച്ച പിതാവിനെ മകന്റെ മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തിയ ക്രൂരനായ കൊലയാളിയെ നടുക്കത്തോടും പകയോടും കൂടി മാത്രമേ ഏതൊരു മകനും ഓർക്കുകയുള്ളൂ. മുറിവേറ്റ ഹൃദയത്തിന്റെ ഉണങ്ങാത്ത ചോരപ്പാടുകളുടെ ദൃശ്യം പിതാവിനെ സ്നേഹിക്കുന്ന മകന്റെ ഓർമ്മകളിൽ ഒരു ദുസ്വപ്നമായിരിക്കും. എന്റെ പകയും വിദ്വേഷവും ദുസ്വപ്നങ്ങളുമെല്ലാം ഈ കുരിശിൽ പകർത്തി ഇനി ഞാൻ സ്വസ്ഥനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ
സ്വസ്ഥത എന്ന് പറയുന്നത് അവന്റെ മരണത്തോടു കൂടിയാണ്. അതുവരെ ജീവിക്കുന്നിടത്തോളം കാലം ഒന്നിനു പിറകെ മറ്റൊന്നായി അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മഞ്ഞുപോലെ ഉറഞ്ഞ ശാന്തിയുടെ തീരം, അതാണ് യഥാർത്ഥ സ്വസ്ഥത. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തിനു സംസാരിക്കുന്നു? ഇതൊരു പ്രപഞ്ച സത്യം. ഇന്ന് ബറാബാസ്, നാളെ മറ്റൊരാൾ. ഇന്ന് എസ്തപ്പാൻ പണിത ഈ കുരിശിനേക്കാൾ കൽപ്പുള്ള കുരിശ് മറ്റൊരാൾ പണിതേക്കാം. അത് ഉപയോഗിക്കുന്നത് അറിയപ്പെടാത്ത മറ്റൊരാളായിരിക്കും. അതുപോലെ തന്നെ നീ പണിത ഈ കുരിശ് മറ്റൊരാൾക്ക് ഭഗവായേക്കാം. ഇല്ല ഇല്ല, ഇത് ബറാബാസിന് മാത്രം. ബറാബാസിന്റെ അളവും തൂക്കവും നോക്കി പണിത കുരിശ്, അവന്റെ പാപഭാരം താങ്ങാൻ മാത്രം കെൽപ്പുള്ള കുരിശ്. ശില്പി അവന്റെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും ആവാഹിച്ചെടുത്ത് ചൈതന്യം കൊടുത്ത് രൂപപ്പെടുത്തിയ ശില്പം ഉടമസ്ഥന് കൈമാറിയാൽ ആ ഉടമസ്ഥന് അതിഷ്ടമുള്ളവർക്ക് വിൽക്കുകയോ സമ്മാനം നൽകുകയോ ചെയ്യാം. പ്രതിഫലം കിട്ടിയ ശില്പിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെയാണ് ആശാരിയും. അവൻ പണിത അലങ്കാര വസ്തുക്കളും അഴകേറിയ വീട്ടുപകരണങ്ങളും, എന്തിന് ഈ കുരിശ് പോലും വിൽപ്പന കഴിഞ്ഞാൽ വാങ്ങുന്ന ഉടമസ്ഥന് ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യാം. അതിന് തടസ്സം സൃഷ്ടിക്കാനോ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആശാരിക്കില്ല. നിങ്ങൾ വളച്ചൊടിച്ചു പറയുന്ന വസ്തുതകൾ കേൾക്കുമ്പോൾ ചതി ഒളിഞ്ഞിരിപ്പില്ല എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. നിന്റെ സംശയങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറഞ്ഞതിന് പ്രകാരവും അതിനപ്പുറവും നിന്റെ പ്രാഗൽഭ്യം കാണിച്ച് കുരിശ് പണി തീർത്തു. ഇനി ഈ കുരിശ് ആരുടെ ചുമലിൽ വെക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ചുമലിൽ ഈ കുരിശ് വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബറാബാസിന് വേണ്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ മഹാപാപിക്ക് വേണ്ടി ഇത്തരം ഒരു കുരിശ് ഞാൻ പണിതത്. ബറാബാസിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ല. നുണ, ഇത് ചതിയാണ്. പിന്നെ ആർക്ക് വേണ്ടിയാണ് എനിക്കറിയണം. നീ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരാൾക്ക് വേണ്ടി. അതാരാണ്? യേശു. യേശുവിന് വേണ്ടി, നസ്രായനായ യേശുവിന് വേണ്ടി. വേണ്ട വേണ്ട, എനിക്ക് കേൾക്കണ്ട. എടുത്തുകൊണ്ട് പോ ഈ കുരിശ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഈ കുരിശ് എന്റെ യേശുവിന്റെ തോളിലെന്ന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത്. ഇതാ നിന്റെ പ്രതിഫലം. ഇത് നന്ദികേടിന്റെ പ്രതിഫലമാണ്. വഞ്ചനയുടെ സമ്മാനമാണ്. കാലത്തിന് മറക്കാനാവാത്ത ചതിക്ക് ലഭിച്ച ശാപത്തിന്റെ പാണക്കേടിയാണിത്. ഇത് ഉപയോഗിക്കുന്നവന്റെ മനസ്സും സ്പർശിക്കുന്ന മണ്ണും ജീവനില്ലാതെ വരണ്ടു പോകും. കടലിൽ എറിഞ്ഞാൽ അവിടെ മലിനമാകും. ഇത് ഊഷരഭൂമിയിലെ ചുടുമണ്ണിൽ പുതഞ്ഞ് നശിക്കട്ടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ടവന്റെ അലിവാർന്ന മുഖം, സ്നേഹമൂർന്ന പുഞ്ചിരി. ഇല്ല ഇല്ല, ഇല്ല, ആ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല. അവൻ എന്റെ നേരെ കരുണയ്ക്കായി കെഞ്ചുന്നു.
നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ നിസ്സഹായനായി എന്റെ നേരെ നോക്കി ചോദിക്കുന്നു, എന്തിനു നീ എന്നോടിത് ചെയ്തു? ഇല്ല, ഇല്ല, എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം. എന്നോട് പൊറുക്കണം. ആ കുരിശ് അവൻ തോളിലേറ്റിയ ഇല്ല, ഇല്ല, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. വേണ്ട, വേണ്ട, എനിക്കിത് കാണണ്ട, കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. ഇല്ല, ഇല്ല, എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല, എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. യേശുവേ, പ്രിയ സ്നേഹിത യേശുവേ, ഈ പാപിയോട് പൊറുക്കണം, ഈ പാപിയോട് പൊറുക്കണം, ഈ നന്ദി കെട്ടവരോട് പൊറുക്കണം യേശുവേ. മാപ്പ്, മാപ്പ്, മാപ്പ്. ജെറുസലേം കുന്നുകളെ, അവന്റെ പാദസ്പർശമേറ്റ് പുണ്യം ചെയ്ത മൺതരികളെ, ആ കരുണാമയന്റെ സഞ്ചാരപഥങ്ങളിൽ പൂക്കൾ ചൊരിഞ്ഞ ദേവദാരുക്കളെ, നിങ്ങളും എന്നെ വെറുത്തോ? എന്റെ കർത്താവേ, നിന്റെ അലിവാർന്ന തലോടെ കൊണ്ട് എനിക്ക് തന്ന ജീവിതം അനുഭവിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒടിഞ്ഞുപോയി എന്റെ കാലിന് പകരം നീ എനിക്ക് സമ്മാനമായി തന്ന ബലിഷ്ഠമായ കാലം എന്റെ ഉടലിന് അധികം പറ്റാം. എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. മകനെ, അരുത്, അത് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ്. യേശുവേ,